നമസ്കാരം. രാജ്യത്ത് ഏഴാം ഘട്ട തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കന്യാകുമാരിയിലെ ധ്യാന നാടകം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ധ്യാനിക്കുന്നത് ജനങ്ങൾക്ക് മാതൃകയാക്കാനായിരിക്കും മോദി ക്യാമറമാനെയും കൂട്ടി വിവേകാനന്ദ പാറയിലേക്ക് പോയത്. ശരിക്കും കന്യാകുമാരി മൊത്തത്തിൽ മോദിയുടെ ധ്യാന നാടകം കാരണം സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ കാരണം തീരദേശത്തെ ചെറുകിട കച്ചവടക്കാരെ മുഴുവനും ഇത് ബാധിച്ചിട്ടുമുണ്ട്. വിവേകാനന്ദൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ എന്താണെന്ന് പോലും അറിയാതെയാണ് മോദിയുടെ ഈ പട്ടിഷോ. ഇനി അറിഞ്ഞാൽ തന്നെയും അതൊന്നും അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത മോദിയാണ് വിവേകാനന്ദ പാറയിൽ പോയി ധ്യാനം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നത്. മോദി വിവേകാനന്ദ പാറയിൽ ധ്യാനിക്കാൻ പോകുന്നത് ചട്ടലംഘനമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചൂണ്ടിക്കാണിച്ചിട്ടും അതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് മോദി ഈ പറാട്ട നാടകത്തിന് തിരികൊളുത്തിയത്. പരസ്യപ്രചാരണങ്ങളെല്ലാം തന്നെ വ്യാഴാഴ്ച വൈകുന്നേരം അവസാനിച്ചിരിക്കുകയാണ് അത് ലംഘിച്ചുകൊണ്ടുള്ള മോദിയുടെ ധ്യാനമെന്ന പേരിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം. ഭക്തിയായിരുന്നു ഉദ്ദേശമെങ്കിൽ ഈ ക്യാമറയും കൊണ്ട് കൊട്ടിഘോഷിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. മോദി പാറയിൽ ധ്യാനമഗ്നനായി ഇരിക്കുന്നതിൻ്റെ എന്തോരം വെറൈറ്റി ഷോട്ടുകളാണ് ക്യാമറമാൻ പകർത്തിയെടുത്തിരിക്കുന്നത്. പരസ്യപ്രചാരണം അവസാനിച്ചപ്പോൾ 48 മണിക്കൂർ നിശബ്ദ പ്രചാരണത്തിലേക്ക് കടന്ന സുഹൃതമായ മുഹൂർത്തമാണ് പ്രധാനമന്ത്രി വിവേകാനന്ദ പാറയിൽ ധ്യാനത്തിന് തെരഞ്ഞെടുത്തത്. നിശബ്ദ പ്രചാരണത്തിൻ്റെ നിയന്ത്രണങ്ങൾ കള്ളത്തരത്തിലൂടെ മറികടക്കാനുള്ള സൂത്രപ്പണിയാണ് നരേന്ദ്രമോദി ഇപ്പോൾ കന്യാകുമാരിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ പ്രധാനമന്ത്രി വിവേകാനന്ദ പാറയിൽ ധ്യാനിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചാൽ അത് ചട്ടലംഘനമാകുമെന്ന് വസ്തുത ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. മോദിയുടെ ധ്യാനത്തിൻ്റെ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്യുന്നത് വിലക്കണമെന്ന് ആവശ്യപ്പെട്ട് CPIM തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറി കെ ബാലകൃഷ്ണനും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയെങ്കിലും അതിനും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. നൽകിയ പരാതികളിൽ ഒന്നും ഇടപെടാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീണ്ടും മോദി സർക്കാരിനോടുള്ള തങ്ങളുടെ പാദസേവ തെളിയിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതിലൊന്നും ഇടപെടാതിരിക്കാനുള്ള കാരണമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നത് സാങ്കേതികമായ കാരണങ്ങളാണെന്നാണ്. ജനപ്രാതിനിധ്യ നിയമത്തിലെ 126 വകുപ്പ് പ്രകാരം നിശബ്ദ പ്രചാരണം നിലവിൽ വന്ന ശേഷം പൊതുയോഗങ്ങളോ പൊതുപ്രചാരണങ്ങളോ നടത്താൻ പാടില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ അതിൽ ധ്യാനം ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ന്യായീകരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഒട്ടുമിക്ക റാലികളിലും മോദി ഉരുവിട്ടുകൊണ്ടിരുന്ന തീവ്ര വിദ്വേഷ പ്രസ്താവനകൾക്ക് എതിരായ പരാതികളിൽ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെയും ഒരു നടപടിയും എടുത്തിട്ടില്ല. വിവിധ ജാതിമത വിഭാഗങ്ങൾക്കും ഒരു വിധത്തിലും പരസ്പര സ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലുള്ള സമീപനങ്ങൾ ഒരു മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകരുതെന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങളിൽ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ രാജ്യം മുഴുവൻ വിദ്വേഷപരമായ കാര്യങ്ങൾ പറഞ്ഞു പരത്തുന്ന പ്രധാനമന്ത്രിക്കെതിരെ ഒരു തരത്തിലുമുള്ള നടപടിയെടുക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒരു താല്പര്യവുമില്ല.